ലോക ഫുട്ബോളിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിനായി അർജന്റീന ടീം ഇറങ്ങാൻ പോവുകയാണ്. ഇന്ന് ജോർദനാണ് എതിരാളികൾ. ഗ്രൂപ്പിലെ അവസാന സ്ഥാനക്കാരായിട്ടുള്ള ജോർദൻ ഇതുവരെ ഒരു മത്സരം ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരിക്കും അവരുടെ പോരായ്മ. പക്ഷേ അർജന്റീനയെ സംബന്ധിച്ച് ജയത്തോടുകൂടി തന്നെ നോക്കൌട്ടിലേക്ക് 3 ജയവുമായി മുന്നേറാനുള്ള ഒരു ശ്രമമാണ്. പക്ഷേ ലയണൽ സ്കലോണി എന്ന വളരെ തന്ത്രജ്ഞനായിട്ടുള്ള പരിശീലകൻ അർജന്റീനയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളൊന്നായ ലയണൽ മെസ്സിയെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തുന്നില്ല. ലയണൽ മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് നിരയിലാണ് ഇന്ന് ഇടം പിടിക്കുന്നത്. നിക്കോ പാസ് എന്ന യുവതാരം ഒരുപക്ഷെ മെസ്സി കഴിഞ്ഞാൽ അർജന്റീനയുടെ ആ 10ാം നമ്പർ ജേഴ്സി ആർക്കായിരിക്കും എന്നുള്ള ചോദ്യത്തിന് പലരുടെയും ഉത്തരം നിക്കോ പാസ് ആണ്. നിക്കോ പാസിനാണ് ഇന്ന് ആദ്യ ഇലവനിൽ അവസരം നൽകുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിൽ നിക്കോ പാസ് പകരക്കാരനായി എത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നിക്കോ പാസിന്റെ ഒരു ഗോളടി ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കാം. ലയണൽ മെസ്സി എത്തുമെന്നും കരുതാം. കാരണം സ്കലോണി പറഞ്ഞത് അത് തന്നെയാണ്. മെസ്സി 2ാം പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്താനുള്ള സാധ്യതയെപ്പറ്റി സ്കലോണി സൂചിപ്പിച്ചിരുന്നു. എന്താണെങ്കിലും മെസ്സിക്ക് ആദ്യ ഇലവനിൽ അവസരം നൽകിയിട്ടില്ല. വിശ്രമമാണ്, അവസരം നൽകാത്തതല്ല. ഇനി മറ്റൊരു മത്സര ഫലത്തിലേക്ക് കൂടി പോവുകയാണ്. പോർച്ചുഗലിനെ കൊളംബിയ ഗോൾ രഹിത സമനിലയിൽ പൂട്ടി. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സംഘത്തെക്കാൾ മത്സരത്തിൽ ഗംഭീരമായി നിന്നത് കൊളംബിയാണ്. ഗോൾ അവസരങ്ങൾ ഒരുപാട് സൃഷ്ടിച്ചു, പക്ഷേ ഗോളിലേക്ക് എത്താൻ കഴിയില്ല. അവസാനം ഒരു ഗോൾ വന്നു, 1 ഇഞ്ച് വ്യത്യാസത്തിൽ അത് ഓഫ്സൈഡായി പോയത് ദൗർഭാഗ്യമാണ് കൊളംബിയക്ക്. എന്താണെങ്കിലും 2 ടീമും നോക്കൌട്ടിൽ എത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി കൊളംബിയയും തൊട്ടു പിന്നിലായി പോർച്ചുഗലും. നമുക്ക് ഇതിലേക്കൊക്കെ വിശദമായി എത്താം. നമുക്ക് അതിനു മുമ്പ് ഈ ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ലയണൽ മെസ്സി ഇല്ലാത്ത അർജന്റീനയുടെ പെർഫോമൻസ് എന്തായിരിക്കുമെന്നൊക്കെ അതൊരു കൗതുകമുള്ള കാര്യമാണല്ലോ. അത് സമീപകാല അർജന്റീന ഫുട്ബോളിൽ അത് പുതുമയല്ല എങ്കിൽ പോലും മെസ്സി ഇല്ലാതെ ഈ ലോകകപ്പിൽ കളിക്കുന്ന അർജന്റീന എങ്ങനെയാണ് അവരുടെ ഊർജ്ജം സംഭരിക്കുക? കാരണം മെസ്സിയാണ് ആ ഊർജ്ജ സ്രോതസ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, അപ്പം തിരുവനന്തപുരത്ത് നിതിൻ, രണ്ടുപേരും ഈ ആരാധകരുടെ ആവേശവുമായി പങ്കുചേരും. ആദ്യം ഞാൻ കൊച്ചിയിൽ ഡാനിയിലേക്ക് പോവുകയാണ്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ അർജന്റീനയുടെ പോരാട്ടം അത് എപ്പോഴും വലിയ ആവേശം തീർക്കും. അത് കൊച്ചിയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും എവിടെയാണെങ്കിലും അപ്പോൾ ആ ആവേശം ഉണ്ടാകും. ലയണൽ മെസ്സി ആദ്യ ഇലവനിൽ ഇല്ല എന്നുള്ളതൊക്കെ ആരാധകർക്ക് പരിഭവമുണ്ടോ, നിരാശയുണ്ടോ? മെസ്സി എന്നത് തന്നെയാണ് അർജന്റീന എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമീപകാലത്ത് നമ്മൾ കൂട്ടിവായിക്കുന്നത് മെസ്സിയുമായി ചേർന്ന് തന്നെയാണ്. മെസ്സിയുടെ ആ ആവേശം, മെസ്സി കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആവേശം തന്നെയാണ് പൊതുവിൽ ആരാധകർ അത് ഏറ്റുവാങ്ങുന്നത്. നമ്മളുള്ളത് കറുകപ്പള്ളിയിലെ DRK അരീന എന്ന് പറയുന്ന വളരെ വിശാലമായി സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ ഒരുപക്ഷെ ഈ അറിഞ്ഞ് വരുന്നതേയുള്ളൂ മെസ്സി ഇന്ന് കളിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇതിലേക്ക് വരുന്നുണ്ട്. നിരവധി പേരിവിടേക്ക് രാവിലെ തന്നെ കളി കാണാനും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. വലിയ ആവേശത്തിലാണ്, ഭയങ്കര ആവേശത്തിലാണ്. പ്രത്യേകിച്ച് ഇപ്പൊ കൊളംബിയ പോർച്ചുഗൽ മത്സരം സമനില, അത് പോർച്ചുഗലിനെ സംബന്ധിച്ചുള്ള വളരെ നിരാശകരമായ ഒരു കാര്യമാണ്. ഇന്ന് മെസ്സി 60ാമത്തെ മിനിറ്റിൽ ഇറങ്ങുന്ന പറയണത്. പക്ഷെ 5 മിനിറ്റ് കിട്ടിയോ മെസ്സിക്ക് സ്കോർ ചെയ്യാനാണെങ്കിൽ സ്കോർ ചെയ്യും. കാരണം 100 വയസ്സുള്ള മുത്തശ്ശി വിവാഹത്തിന് ആഗ്രഹിച്ച് പ്ലേ കാർഡ്, 6 മാസമുള്ള കുഞ്ഞ് മെസ്സി ആഗ്രഹിച്ച് പ്ലേ കാർഡ് കാണുന്നു അല്ലേ? എത്രയോ പ്രഗത്ഭര് കഴിഞ്ഞ നാളുകളിലൊക്കെ കടന്നുപോയി. പക്ഷേ ഇന്നും നമ്മളുടെ മനസ്സിൽ നിൽക്കുന്ന റൊണാൾഡോ, മെസ്സി, അങ്ങനെ 2-3 താരങ്ങളെ മാത്രമേ നമ്മൾ നിൽക്കുന്നുള്ളൂ. അതായത് 6 വർഷം 24 വർഷമായി ഇപ്പൊ വേൾഡ് കപ്പ് കളിക്കണം മെസ്സി. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് മെസ്സി തന്നെ കപ്പ് ഉയർത്തണം എന്ന് തന്നെ ആഗ്രഹം. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് ഈ ദിവസങ്ങളൊക്കെ? ഇവിടെ വലിയ തിരക്കാണ്, കളിയാണ്. രാവിലെ 5 മണിയുടെ കളിയാണെന്നുണ്ടെങ്കിൽ 3:30 മണിക്ക് തന്നെ ഫില്ലായി നമുക്ക് ഇവിടെ ആള് വന്നിട്ട്. പിന്നെ രാവിലെ നല്ല മഴയാണ്, നല്ല ആളുണ്ടായി. ഇനിയിപ്പോ കളി 7:30 അടുത്ത കളി. ഇപ്പൊ തന്നെ ഓൾറെഡി കസേരയൊക്കെ ഫില്ലായി, നിറഞ്ഞു കഴിഞ്ഞു. അർജന്റീന മത്സരത്തിന് ആള് കൂടുതലാണോ? അർജന്റീനക്കും പോർച്ചുഗലിനും നല്ല ക്രൗഡ് പുള്ളിങ് കളിയാണ് വരുന്നത്. കൂടുതൽ ഈ 2 മത്സരങ്ങൾ കാണാനായിട്ട് ഒരുപാട് കാണികൾ സ്ഥിരം വരുന്നതാണ്. മെസ്സി കളിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. മെസ്സി തോക്കും. ആണോ? മെസ്സി തോക്കുമോ? പോർച്ചുഗലിന്റെ ആളാ? പോർച്ചുഗല് കഴിഞ്ഞ കളി കണ്ടോ? സമനിലയായിരുന്നു കഴിഞ്ഞ കളി. സമനിലയിൽ പോയി. റൊണാൾഡോ പോർച്ചുഗൽ ഗോൾ അടിച്ചില്ല, കൊളംബിയാണ് നന്നായി കളിച്ചതെന്നും. എന്തായാലും അതെല്ലാം ആ കുട്ടികളത് കാണുന്നു, അറിയുന്നു എന്നൊക്കെ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ മറ്റൊരു അതിലേക്ക് പോകാം. ഇതാ ടിനി ടോം വരുന്നു. ടിനി ടോമിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. ടിനി അർജന്റീനയുടെ ഒരു വലിയ ആരാധകൻ എന്നത് തന്നെയാണ്. അത് സ്വാഭാവികമായിരിക്കും, സന്തോഷമുണ്ട്. നമ്മളെല്ലാം അർജന്റീനയുടെ കളി ആയതുകൊണ്ട് ഞാൻ എത്തിയതാണ്. അതെ, അർജന്റീന ആൾക്കാരാ. അർജന്റീന നമ്മളെ മെസ്സി കളിക്കുന്ന
മെസ്സി കളിക്കണല്ലേ? ഓ, ടിക്കറ്റ് നഷ്ടമായി പോയല്ലോ. മെസ്സി കളിക്കുന്നില്ല, ഒരുപക്ഷെ അവസാന നിമിഷം ഇറങ്ങിയേക്കും, റിസർവിലാണെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, അർജന്റീനയുടെ ജേഴ്സി ഉണ്ടാവും നമുക്ക് അല്ലേ? അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ മെസ്സി 5 ഗോൾ അടിച്ച് അതിൽ മുന്നിട്ട് നിൽക്കുന്നു. ആദ്യം ഹാട്രിക്, രണ്ടാമത്തെ മത്സരത്തിന് ഹാട്രിക് ജസ്റ്റ് മിസ്. ഒരു 39 വയസ്സാകുമ്പോഴും ഇതേപോലെ വൈൻഡൊക്കെ വീരി. അതിൽ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ഇവരൊക്കെ എന്ന് പറഞ്ഞാല് ഓൾ ടൈം ഹീറോസ് ആണ്, വൺസ് ഇൻ എ ലൈഫ് ടൈം ഉള്ള ആൾക്കാരാണ്. അതല്ല കുർബാന പോലും മാറ്റി വെച്ചിട്ട് ഞാൻ ഞായറാഴ്ച വന്നേക്കുന്നത്. വീട്ടിൽ പറഞ്ഞോ കുർബാന? അല്ലല്ല, പോകും, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോകും. പക്ഷെ ഈ കളി കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചിട്ടിരിക്കാണ്. അച്ഛൻ പറഞ്ഞെങ്കിൽ സഭയെന്ന് പുറത്താക്കും, ഇങ്ങനെ കളിയാന്ന് വലുത്. അല്ല, എല്ലായിടത്തും ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഷോ അല്ലേ, അപ്പൊ ആ ഷോന് നമ്മളും സാക്ഷ്യം വഹിക്കുക എന്നുള്ള ഒരു ഭാഗ്യമാണ്. ഇവിടുത്തെ കാർണിവലിലൊക്കെ കണ്ടിരുന്നു വളരെ ആവേശത്തോടെ. അതുകൊണ്ട് മത്സരം ഫുട്ബോൾ ഈ ടൂർണമെന്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ വരുന്നുണ്ടോ, കാണുന്നുണ്ടോ കളി? എങ്ങനെ മനസ്സിലായില്ല? ഈ കാർണിവലിലെ തുടങ്ങിയ സമയത്ത് അല്ല, ഞാൻ ഇവിടെ സ്ഥിര സാന്നിധ്യമാണ്. നല്ല നമ്മുടെ അർജന്റീന ഇറങ്ങിയാൽ കൈ ഒടിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ബ്രസീൽ ഫാനാണ്. ഞാൻ ബ്രസീൽ ഫാനാണ്. ഇവർക്ക് ഇപ്പൊ മെസ്സി 2 ഗോൾ അടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് കളി കണ്ടറിയാം എന്താണെന്നുള്ളത്. ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞത്, പക്ഷെ അവിടെ ഇരുന്നാ പോരെ, സൂര്യൻ അങ്ങനെ കത്തി നിന്നാ പോരെ, ആ വെളിച്ചം പോരെ ഗ്രൗണ്ടിൽ. സൂര്യനെ ഇറക്കാറില്ല, സൂര്യൻ അവിടെ ഇരുന്നോട്ടെ. അത് ഫ്രാൻസിന് വേണ്ടി മാത്രം മതി നമുക്ക് ഈ കളി ജയിക്കാനായിട്ട്. മെസ്സി ബെഞ്ചിലിരുന്ന് ആ ടാക്ടിക് മെനയുന്നുണ്ട് അതിനുള്ളത്. പിന്നെ മെസ്സി ബെഞ്ചിലുണ്ടെന്നുള്ള ഉറപ്പ് തന്നെ ധാരാളമാണ് ഈ കളി ജയിക്കാനായിട്ട്. നമുക്ക് ഇവർ ഇതുവരെ നല്ല കളി കളിച്ചിട്ടില്ല, അതാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞങ്ങൾ ഇന്ന് നിക്കോപാസിനെ ഇറക്കുന്നു. നിക്കോപാസിന്റെ കളിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഭാവിയിലൊരു മെസ്സിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിക്കോപാസിന്റെ കളി കാണാൻ കൂടിയാണ് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഏതായാലും വലിയ ആവേശത്തോടുകൂടി, ഇത് ആവേശം കൂട്ടാൻ ഫിനിറ്റോ അടക്കമുള്ളവർ ഇവിടെ എത്തിയിരിക്കുന്നു. എന്തായാലും മെസ്സി ഇറങ്ങുന്നില്ല എന്നത് ആവേശത്തെ ബാധിക്കുന്നില്ല. മെസ്സി സൈഡ് ബെഞ്ചിലായാലും മതി, ടീം അങ്ങ് കയറിക്കോളുമെന്ന ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. ഇതിനകത്തും ആരാധകർ വളരെ കാത്തിരിക്കുന്നു എന്നത് തന്നെയാണ്. എൽദോ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. വലിയ രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള ആ ഇടത്ത് ഇവിടെ വന്നിരിക്കുന്ന കുട്ടി ആരാധകരടക്കം ഇവിടെ നമുക്ക് കാണാം. ഡാനി ഇന്നലെ മുന്നിലേക്ക് ആരാധകരുടെ പ്രതികരണം ചോദിക്കാൻ ഞാൻ ഒരു അപ്ഡേഷൻ നൽകട്ടെ. ഈ കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ കളിച്ച മത്സരത്തിൽ ആദ്യ ഇലയിലുണ്ടായിരുന്ന 11 പേരിൽ ആകെ 2 പേർ മാത്രമാണ് ഇന്ന് അർജന്റീന നിരയിലുള്ളത്. അതായത് ഒന്ന് ഗോൾ കീപ്പറാണ് ലോതാരോ മാർട്ടിനസ്, മറ്റൊന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ക്ഷമിക്കണം എമിലിയാനോ മാർട്ടിനസ്, മറ്റൊന്ന് ഫോർവേഡ് ലോതാരോ മാർട്ടിനസ്. 2 മാർട്ടിനസ്മാർ, എമിലിയാനോ മാർട്ടിനസും ലോതാരോ മാർട്ടിനസും മാത്രമാണ് അർജന്റീനയുടെ കഴിഞ്ഞ മത്സരത്തിലെ ആദ്യ 11-ലെ സെയിം ആളുകളുള്ളത്. അതായത് 9 പേരെയും ലയണൽ സ്കലോണി മാറ്റി. 9 പേരെ, ലയണൽ മെസ്സി ഉൾപ്പെടെയുള്ള 9 പേരെ മാറ്റി പരീക്ഷിക്കുകയാണ് സ്കലോണി. വാർത്താ സമ്മേളനത്തിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഈ സ്ക്വാഡിലുള്ള എല്ലാവരും ലോകകപ്പ് കളിക്കാൻ യോഗ്യരാണ്, അപ്പോൾ അവർക്ക് അവസരം നൽകുക എന്നുള്ളത് വലിയ കാര്യമാണ്. അവരത് അർഹിക്കുന്നു എന്നുള്ളതാണ്. അർഹിക്കുന്ന ഒരു അവസരം അവർക്ക് നൽകുന്നു. 11 പേരിൽ 9 പേരും ആദ്യ 11-ൽ ഇന്ന് ഇത്തവണ മാറ്റമായി എത്തുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ കളിച്ച മത്സരത്തിൽ നിന്ന് 9 മാറ്റങ്ങൾ ആദ്യ 11-ൽ കൊണ്ടുവരുന്നു ലയണൽ സ്കലോണി. നിക്കോപാസ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ, നിക്കോപാസ് തന്നെ മെസ്സിക്ക് പകരക്കാരനാകും എന്ന് കരുതാം. പക്ഷെ ഒരുപക്ഷെ ഫോർമേഷനിൽ 4-4-2 എന്നുള്ള ഫോർമേഷനിലേക്കായിരിക്കും അർജന്റീന ഇന്ന് ജോർദാനെതിരെ കളിക്കുക. പ്രത്യേകിച്ചും ജോർദാൻ അല്പം കൂടി ഡിഫൻസിൽ കേന്ദ്രീകരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അതനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റേണ്ടി വരുമെന്നും സ്കലോണി വ്യക്തമാക്കിയിരുന്നു. വളരെ പ്ലാൻഡ് ആയിട്ട് വളരെ ഹോംവർക്ക് ചെയ്യുന്ന ഒരു കോച്ചാണ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഈ എതിരാളികളുടെ ഡിഫൻസീവ് തന്ത്രമൊക്കെ അത് നടപ്പാകുമെന്ന് കരുതാം, കാത്തിരിക്കാം. എന്താണ് അർജന്റീന അല്പസമയത്തിനകം കളിക്കാനിറങ്ങും. ലയണൽ മെസ്സി ഇല്ല എന്നുള്ളത് ആവേശം ചോർത്തുന്നില്ല. മെസ്സി പകരക്കാരുടെ നിരയിലാണ് ഉറപ്പായിട്ടും. പക്ഷേ എൻസോ ഫെർണാണ്ടസ് പകരക്കാരുടെ നിരയിലാണ്. റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, ഫക്കുന്തോ മെദീന, അങ്ങനെ മത്സരങ്ങളിൽ റോഡ്രിഗോ ഡിപ്പോൾ ഇവരൊക്കെ ടീമിലെ ആദ്യ 11-ൽ നിന്ന് മാറി വിശ്രമം അനുവദിക്കുകയാണ്. മുഴുവൻ ഓടിക്കളിച്ച് ക്ഷീണിക്കേണ്ട, ലോകകപ്പ് ഇനി മുന്നോട്ടുണ്ട് എന്നുള്ളതാണ് സ്കലോണിയുടെ തന്ത്രം.